ഇനി എപ്പോഴെങ്കിലും ഒരു ഓഫ് ബീറ്റ് പടം ചെയ്യണം തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതേ രീതിയിലുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ളൊരു പ്രോഗ്രാം ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന സിനിമകൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു സീക്വൽ അല്ലെങ്കിലും അതിൻ്റെ ഒരു ത്രെഡ് ലൈൻ എടുത്ത് താങ്കളെടുത്ത പടമാണ് സാഗർ എലിയസ് ജാക്കി. അതുമാതിരി ഇനി ഏതെങ്കിലും മലയാളത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പക്ഷേ ചില സിനിമകളൊക്കെ മലയാളത്തിലുണ്ടായിട്ടുള്ള ചില നല്ല സിനിമകളൊക്കെ പിന്നെയും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒന്ന്? അങ്ങനെ എനിക്കിപ്പം അരപ്പൊട്ട വെട്ടി ഗ്രാമത്തിൽ സീസൺ, അതെ, എന്ന് വെച്ചാൽ സീസൺ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നൊരു സിനിമയാണ്. കാരണം വെച്ചാൽ അത് ഭയങ്കര, ആ സിനിമ വളരെ മുൻപിലായതുകൊണ്ട് തന്നെയാണ് അതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സീസൺ ഒക്കെ എൻ്റെ കോളേജ് ടൈമിൽ ഭയങ്കര ബിഗ് ടൈം ഫാന്റസി ആയിരുന്നു. യൂഷ്വലി ഷൂട്ടൊന്നും ഇല്ല, ഒരു സിനിമയുടെ ഒരു ത്രെഡ് ലൈൻ മനസ്സിലേക്ക് വരുമല്ലോ ഇത് ചെയ്യണമെന്നുള്ളത്. സോ വാട്ട് യു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ആണ് ആദ്യം ആ ഒരു സിനിമയുടെ ഒരു സാധനം മനസ്സിലേക്ക് വരുമ്പോൾ? ആദ്യം താങ്കൾ സിനിമാറ്റോഗ്രാഫിയുടെ ആദ്യം ഷോർട്സ് ആണോ മനസ്സിലാദ്യം വരിക, അതോ ക്യാരക്ടേഴ്സ് ആണോ വരിക? അല്ല, ക്യാരക്ടേഴ്സും അതിൻ്റെ ഒരു ഇപ്പം എന്ന് വെച്ചാൽ കൊച്ചി എന്ന് പറയുന്ന, ഇപ്പം ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ശരിക്കും കൊച്ചിയിൽ മാത്രമേ ആ സിനിമ പറയാൻ പറ്റുള്ളൂ കേരളത്തിലെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ, ഞാനീ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര സൂപ്പർ ഹീറോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നോർമൽ എന്ന് വെച്ചാൽ ഒരു സർവ്വസാധാരണക്കാരൻ്റെ തോർത്തുമുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന ആളായിരുന്നു വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഇപ്പം എൻ്റെ സിനിമയിലെ ഭയങ്കര മറ്റേ ക്ലോത്ത്സും പരിപാടി എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ലുങ്കി കൊടുത്ത പടം ചെയ്യും എന്ന് വെച്ചാൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ലുങ്കിയും ചിലപ്പോൾ 150 ഫ്രെയിംസിലായിരിക്കും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കാര്യം ലുങ്കി കൊടുത്തും ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ പറ്റും. ഹീറോ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, താങ്കളുടെ പടത്തിൽ എനിക്ക് ബിഗ് ബിയിൽ പിന്നെയും ആ അമ്മ എന്നുള്ള ക്യാരക്ടറിന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഹീറോയിൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇതിലും ഇല്ല തന്നെ. ഇറ്റ്സ് ഓൾ മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. അതല്ല, പക്ഷെ സാഗർ എലിയസ് ജാക്കി എന്തായാലും ഓൾ മോഹൻലാലിന്റെ സിനിമ തന്നെയാണ്. അത് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ ഒരു ഹീറോയിൻ അല്ല, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവൻ പ്രശ്നം ആ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സിനിമയിലെ ലാസ്റ്റ് അതിൻ്റെ ഒരു സൈൻ ഓഫ് ലൈൻ പോലും സംസാരിക്കുന്നത് എന്താ മോഹൻലാൽ എന്ന് വെച്ചാൽ സാഗർ എലിയസ് ജാക്കിയും ഇന്ദു എന്ന് പറയുന്ന ശോഭന മാമിൻ്റെ ക്യാരക്ടറും കൂടെയാണ്. അപ്പോൾ ലാൽ സാറിന്റെ ശോഭനാവിന്റെ ഈ രണ്ട് ക്യാരക്ടേഴ്സും അവസാനം വരെ അങ്ങനെ നിൽക്കുന്ന ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ചെയ്യാൻ സ്റ്റൈലിനെ കൂടുതലും ആണ്. എനിക്കൊരു ഫീമെയിൽ ആക്ഷൻ ഫിലിം ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. കാരണം നമ്മൾ കാണുമ്പോൾ എല്ലാ നായകന്മാരും ബാക്കി പെണ്ണുങ്ങളൊക്കെ കരഞ്ഞ് പിന്നിലിരുന്ന്. എനിക്കല്ല, നേരത്തെ പറഞ്ഞതിൽ എനിക്ക് ഒരു ഫിലിം റീമേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദേശാടനക്കളി കരയാറില്ല, കുറച്ച് ആക്ഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ അതെ, എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പെൺകുട്ടികളെ കാണിക്കുമ്പോൾ എന്തൊരു സ്റ്റൈലാക്കാം. ബിക്കോസ് ദേ ഹാവ് നൈസ് ഹെയർ നല്ല ഈ നിങ്ങൾ വെക്കുന്ന സൺഗ്ലാസ് പെമ്പിളൊക്കെ വെച്ചാലും നല്ല രസമായിരിക്കും തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ വെക്കുന്ന സൺഗ്ലാസ് വിത്ത് ബൂട്ടും സൺഗ്ലാസും ഒക്കെ ആയിട്ട് പെമ്പിളാരും രസമായിരിക്കും. ഇനി അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ്? അടുത്ത പ്രോജക്ട്സ് ഇങ്ങനെ എന്താ പല പ്രോജക്ട്സ് തന്നെ ചർച്ചയിലാണ്. ഏതാണ് അടുത്ത സിനിമ എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ബട്ട് ഇൻ യുവർ ഫ്രീ ടൈമിൽ ഇപ്പോൾ അടുത്തൊരു സിനിമ തുടങ്ങുന്ന ഇടയിൽ ഒരു സമയം ഉണ്ടാവുമല്ലോ. സോ എങ്ങനെയാ ഒരു അൺവൈൻഡ് ചെയ്യാ? കാട്ടിപ്പോവാറായി വരുന്നു. സോ എന്താ യു ജസ്റ്റ് ഗോ ഫോർ എ ട്രെക്ക് ആണോ? ട്രെക്കോ അല്ലെങ്കിൽ വി ജസ്റ്റ് ഗോ ഫോർ എ ഡ്രൈവ് ഓർ വാട്ട്. ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത റൂട്ട് ഉണ്ടോ അതോ തോന്നിയ വഴിക്കാണോ? നിശ്ചിത ഒരു റൂട്ടില്ല, പക്ഷെ നിശ്ചിത ഒരു ജിയോഗ്രഫി, ഒരു സൈഡുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ടോ? സാധാരണ ചെയ്യാറുണ്ട്. എങ്ങനെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ? അങ്ങനെ അതെ, കുറേ സ്ഥലങ്ങൾ ഉണ്ട്. ഒരു സ്ഥലം കുറേ അധികം സ്ഥലങ്ങൾ. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ലേ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അതുകൊണ്ട് തന്നെ പരമാവധി അല്ല, ലേയിൽ പോയിട്ട് ഞാൻ ബൈക്ക് ചെയ്തിട്ടുണ്ട്. ലേ ടു കുലു ഒക്കെ. ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലേ ഈ സിനിമയിലും പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് പല ആഡ്സും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാഗർ എലിയസ് ജാക്കി തന്നെ താങ്കൾ ഒരുപാട് ബോളിവുഡിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നുണ്ട്. രാഹുൽ ദേവ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ സരോജയിലെ വില്ലനായിട്ട് പറ്റിയ സമ്പത്ത്, പിന്നെ അതുമാതിരി സിമ്രൻ്റെ ബ്രദർ സുമിത്, അതുകൊണ്ട് രണ്ടാമതും താങ്കൾ റിപ്പീറ്റ് ചെയ്തില്ല. സോ എങ്ങനെ ഈ ഒരു ഡിഫറെൻറ്റ് സെക്ഷനിലുള്ള ആൾക്കാരെ ഒരു സിനിമയിൽ കൊണ്ടുവരുമ്പോഴല്ലോ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പം എന്താ അതിൽ കറക്റ്റായിട്ട് അവർ വർക്ക് ആകുന്ന ക്യാരക്ടേഴ്സിൽ തന്നെയാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നൈപ്പർ ഷേക്കായിട്ട് വരുമ്പോൾ ഈ രാഹുൽ ദേവിന്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തോക്കുപോലും. അല്ല, അത് പുള്ളി തന്നെ അങ്ങനെ ഒരു സംഭവം ആലോചിച്ചു.
നമ്മൾ അപ്പോൾ അതേപോലെ തന്നെ താങ്കളുടെ വില്ലന്മാർക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എല്ലാം 6 പാക്കാ. ഇല്ലില്ല, ആരും 6 പാക്ക് അല്ല. ഇനി ഒരു സാധനം ഒരു കുടുംബകഥ ചെയ്യാൻ പറ്റുമോ എപ്പോഴെങ്കിലും അമലിന്? കുടുംബകഥ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത് പക്ഷേ ഒരു ഗോഡ് ഫാദർ ഒക്കെ പോലത്തെ കുടുംബകഥയായിരിക്കും. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇനി എന്തായാലും ഒരുപാട് നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. തിരക്കളിപ്പ് നേരത്തിലെ കുറച്ച് സമയം. താങ്ക് യു.